ബെന്യാമിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, എന്താ വെച്ചാൽ സിനിമാ ഭാഷയും സാഹിത്യവും വെള്ളവും നീരാവിയും തമ്മിലുള്ള ബന്ധമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ബെന്യാമിനെക്കാട്ടും കൂടുതൽ പ്രാവശ്യം പുസ്തകം വായിച്ചിട്ടുള്ള ഞാനാണ്. ഒരുപാട് എഴുതി നോക്കിയൊന്നും നടക്കുന്നില്ല, ശരിയാകുന്നില്ല. കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എഴുതണമെന്ന് തോന്നി ഫ്ലൈറ്റ് ഇരുന്നിട്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ പേനയുണ്ട് ഓഫ്കോഴ്സ്, അപ്പോൾ പേപ്പറില്ല, ഇതില്ല. നോക്കിയാൽ ബോർഡിംഗ് പാസ് ഉണ്ട് കയ്യിൽ. ബോർഡിംഗ് പാസ് ഞാൻ എഴുതി വെച്ചു. അതാണ് ഡയലോഗ്. എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല സർ. അത്രയും നല്ല ഒരു വിഷ്വൽ റൊമാൻസ് തന്നെ സർ ഞങ്ങൾക്ക് എന്താ പറയുക സമ്മാനിച്ചു. കേട്ടിടത്തോളം ഞാൻ അറിഞ്ഞത് സാറ് പറഞ്ഞു ഞാൻ നോർമലായ ശേഷം ഇൻ്റർവ്യൂ കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് ചിരിക്കുന്നുണ്ട്. താങ്കൾ വളരെ അധികം സന്തോഷവാനായിട്ട്, ആൾക്കാർക്കൊക്കെ വളരെ ഗംഭീരമായ സിനിമ ഇഷ്ടപ്പെട്ടു, നല്ല റിവ്യൂസാണ്. ഇപ്പോൾ ഇത്തുള്ള ഒരു ജീവിതം എനിക്ക് ആക്ച്വലി ഞാൻ ഇതുവരെ തിയേറ്ററിൽ റെസ്പോൺസ് കണ്ടിട്ടില്ല. എൻ്റെ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടും ആൾക്കാരെന്നെ വിളിച്ച് കേട്ടും ഒക്കെയാണ് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇന്നലത്തെയൊക്കെ എൻ്റെ ഒരു മനസ്സിലെ കാര്യം ഞാനിതൊരു സിനിമയാക്കി ആൾക്കാരിലേക്ക് എത്തിച്ചു. അപ്പം ഇതിൻ്റെ ഒരു ഓണർഷിപ്പ് എനിക്ക് മാത്രമല്ല, ഇപ്പം പ്രേക്ഷകർക്ക് കൂടാണ്. അപ്പം ആ രീതിയിൽ ഒരു ഡെലിവറി കഴിഞ്ഞതിൻ്റെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ അത് നന്നായി പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ അസ്വസ്ഥതയുണ്ട്. പക്ഷെങ്കിൽ അതിനെ അസ്വസ്ഥമാക്കുന്ന ഒരുപാട് ആൾക്കാർ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നു, അങ്ങനെ പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടു എന്നൊക്കെ ഞാൻ ആരുടെ പറയാൻ ശ്രമിച്ചിട്ടില്ലേ പോലും ആൾക്കാർ അതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെ ഒന്ന് മാനിക്കാനായിട്ടുള്ളൊരു മാനസികാവസ്ഥയിൽ നിന്ന് ആൾക്കാർ എങ്ങനെ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകുന്ന എന്താണെന്നുള്ളൊരു വലിയ ദുഃഖമുണ്ട്. അതിൽ നമുക്ക് അതിലും അതിന് നിയമരൂപത്തിൽ പോവാന്നല്ലാതെ വേറെ ഒന്നും. തീർച്ചയായിട്ടും അതിന്റെ എല്ലാ നടപടികളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാരണം അതൊരു സിനിമ വളരെ പ്രത്യേകിച്ച് മലയാള സിനിമ ലോകത്ത് മറ്റു ഭാഷകളിൽ, പ്രത്യേകിച്ച് റീജിയണൽ സൗത്ത് ഇന്ത്യൻ ഭാഷകളിലൊക്കെ ഭയങ്കരമായിട്ട് നല്ല പ്രസൻസിലൂടെ നല്ല രീതിയിൽ ഓടുന്ന ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഇത് സാധാരണയൊക്കെ പണ്ട് വിദേശ രാജ്യങ്ങളിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഷയിൽ നമ്മുടെ സഹോദരങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് വലിയ വിഷമം തോന്നുന്നു. സർ, കമ്മിങ് ടു നമ്മുടെ ആടുജീവിതം ഗോട്ട് ലൈഫ്, ഇതൊരു സർവൈവൽ ഡ്രാമയാണ്. സർവൈവൽ ഡ്രാമയിൽ സാധാരണ നമുക്ക് കുറേ എക്സ്റ്റേണൽ ഘടകങ്ങൾ ഉണ്ടാവും. പക്ഷെ സാർ ഇതിൽ പൃഥ്വിരാജിൻ്റെ അല്ലെങ്കിൽ നജീബിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കൂടെയുള്ള പെയിൻ, ഇന്റേണൽ സ്ട്രഗിൾ ഇത് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഇത് ഒരുപാട് നജീബ് എന്ന് പറയുന്ന അതല്ലെങ്കിൽ ആറാട്ടുപുഴക്കാരൻ ഷുക്കൂറിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു കഥയാണ്, ഒരു ലൈഫ് സ്റ്റോറിയാണ്. അത് ബെന്യാമിൻ മനസ്സിലാക്കി അറിഞ്ഞ് കേട്ടെഴുതി ബെന്യാമിൻ്റേതായിട്ടുള്ള ഒരു ഇമാജിനേഷനിൽ കൂടെയൊക്കെ നമ്മുടെ വായനയിൽ, നമ്മുടെ ഇമാജിനേഷനിലെ ഒരുപാട് വലിയ ബിംബങ്ങൾ ഉണ്ടാക്കി ഒരു മലയാള സാഹിത്യത്തിൽ ഈ അടുത്ത കാലത്തെ ഒരു വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു 250 എഡിഷൻ കഴിഞ്ഞ് 251ാമത്തെ എഡിഷൻ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഏതാണ്ട് ഒരു വലിയ ഒരു ജനത ഇത് സിനിമയാക്കി കഴിഞ്ഞു അവരുടെ മനസ്സിൽ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താണ് പറയേണ്ടത്. അപ്പം ആസ് എ റൈറ്റർ എനിക്ക് ആദ്യം തന്നെ തീരുമാനിച്ചു, ഞാൻ ബെന്യാമിൻ പറഞ്ഞ ഘടനയിൽ കൂടെ ഞാൻ പറയുന്നില്ല. അതാണല്ലോ നമ്മൾ പണ്ട് പ്രതീക്ഷിച്ചിരുന്നതെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ പുസ്തകവുമായിട്ട് വരുമോ സിനിമ തിയേറ്ററിൽ തന്നെ വിചാരിച്ചു. ഭാഗ്യം അതിൽ നിന്ന് എനിക്ക് രക്ഷ കിട്ടി എന്നെനിക്ക് തോന്നുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്ട്രക്ചർ, കഥ പറയുന്ന രീതി മാറ്റണമെന്നുള്ളതായിരുന്നു ആദ്യത്തേത്. പിന്നെ എല്ലാവരുടെയും മനസ്സിൽ നമ്മളെപ്പോഴും എങ്ങനെയാണ് ഒരു ഇമാജിൻ ചെയ്യും, നമ്മുടെ അനുഭവങ്ങളാണ്. ചിലപ്പോൾ നമുക്ക് ഒരു പുഴയിൽ കൂടെ ഒരു തോണി പോകുന്നു, അതിൻ്റെ അപ്പുറത്തുള്ള ഒരു ചെറിയ ഗ്രാമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയുന്ന ഒരു ഇമാജിനേഷനിൽ കൂടെ ഓരോരുത്തരുടെയും വ്യത്യസ്തമായ തോണിയും വ്യത്യസ്തമായ പുഴയും ഒക്കെ ആയിരിക്കും. എന്ന് പറഞ്ഞിട്ട് ഡെസേർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അധികം പരിചിതമല്ല. ചിലർക്ക് രാജസ്ഥാനിലെ ഡെസേർട്ടായിരിക്കാം, ചിലർക്ക് ഗൾഫിലൊക്കെ ലിവായിലൊക്കെ ഉള്ള ഡെസേർട്ടായിരിക്കും, ചിലരെങ്കിലും ഇപ്പം ഗൾഫിലൊക്കെ ഡെസേർട്ട് ഡ്രൈവ് ഇങ്ങനെയൊക്കെ അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ കുറച്ചിപ്പം ഡ്യൂൺസ് പോലുള്ള സിനിമകൾ ആയിരിക്കാം. അപ്പം ഓരോരുത്തരുടെ മനസ്സിൽ വ്യത്യസ്തമായ ബിംബങ്ങളാണുള്ളത്. ഇതിനെ എങ്ങനെയാണ് ഇതിനോടൊപ്പം നിൽക്കുക, അറ്റ്ലീസ്റ്റ്
അല്ലെങ്കിൽ ഇതിന് മുകളിലേക്ക് ഒരു ഇമേജ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നതാണ് ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ വലിയ ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു. ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു പുസ്തകത്തിൽ നിന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കഥ പറയുമ്പോൾ ഇതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് വ്യത്യസ്തമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയുന്ന ഒരു കഥ നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു രസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഓഫ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുപോകുമെന്ന് പറയുന്നതൊക്കെ ഒരു ഇച്ചിരി ശ്രമകരമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ തനിച്ച് നടത്തിയ ഏറ്റവും വലിയ സാഹസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തിരക്കഥ എഴുതി തന്നെ. ബാക്കിയുള്ളവരിൽ എനിക്ക് ഒരുപാട് കൂട്ടാളികളുണ്ടായിരുന്നു. അപ്പം ഈ തിരക്കഥ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു രീതി തന്നെയായിരുന്നു ആദ്യത്തെ വലിയ പ്രോസസ്സ് എന്ന് പറഞ്ഞത്. പക്ഷെങ്കിൽ ഒരു പരിധി വരെ എനിക്ക് തോന്നി ഞാൻ വായിച്ച ബിംബം. അപ്പം എനിക്കതിനകത്ത് ഏറ്റവും എനിക്ക് തോന്നിയത് നജീബ് അവിടെ വന്നിട്ടുണ്ടാകുന്ന അനുഭവങ്ങൾ ഏറെ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ പുസ്തകത്തിൽ ഏറെ സംസാരിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഡെസേർട്ട് ക്രോസിങ്, ഇവർ ഡെസേർട്ടിൽ കൂടെയുള്ള ഇവരുടെ യാത്ര എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഉത്സവപ്പറമ്പിലെ പൂരക്കാഴ്ച കണ്ട് നടക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടെ ലൈറ്ററായിട്ടാണ് ബെന്യാമിൻ എഴുതിപ്പോയത്. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് പറയാൻ പറ്റിയ സ്പേസ് ഇതാണ്. അതെ. അപ്പം അതിനൊരു പലപ്പോഴും നമ്മൾ ഒരു ഇന്റർനാഷണൽ സ്വഭാവമുണ്ട്. അതായത് മരുഭൂമിയിലൂടെ വെള്ളം ഇല്ലാതെ നടക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതൊരു കുറച്ച് ഡ്രൈ ആണ്. പക്ഷെ അതങ്ങനെയാണ് അതിനെനിക്കൊരു പറ്റുന്നൊരു ഡെസേർട്ട് വേണമായിരുന്നു. അപ്പം അത് അന്വേഷിച്ചുള്ള യാത്രയും അപ്പം എനിക്ക് ഒരു സംശയമില്ലായിരുന്നു എൻ്റെ സിനിമയെ വ്യത്യസ്തമാക്കുന്ന ഇതിൻ്റെ രണ്ടാം പകുതിയിലുള്ള ഈ ഡെസേർട്ട് ക്രോസിംഗ്. എനിക്ക് അതിൻ്റെ എൻ്റെ ഒരു കോറായിട്ട് തോന്നിയിട്ടുള്ളതും അത് തന്നെയാണ് അങ്ങനെ തോന്നിയത്. പക്ഷെ ഭാഗ്യത്തിന് പ്രേക്ഷകരും അങ്ങനെ തന്നെയാണ് കൃത്യമായിട്ട് വർക്ക് ചെയ്തത്. കൃത്യമായിട്ട് സർ 2009 സാർ എഴുതി തുടങ്ങുമ്പോൾ ഈ തിരക്കഥ എഴുതുന്ന 2009 2009 ഞാൻ വായിച്ചെങ്കിലും ഒരു 15 തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ 2015 തൊട്ട് താങ്കൾ ഇത് കഥ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങുന്ന സമയത്ത് ഈ ഒരു സിനിമ ഒരു ഹൈറ്റ് ഓഫ് എക്സലൻസിൽ എത്തുന്ന കാരണം തന്നെ താങ്കളുടെ കൂടെ താങ്കൾ എഴുതിയത് ഒറ്റയ്ക്കാണെങ്കിലും കൂട്ടാളികളായിട്ടുള്ള താങ്കളുടെ സൂപ്പർ സ്റ്റാർ ടെക്നീഷ്യൻസ് ഉണ്ട്. ഇപ്പോൾ റഹ്മാൻ, AR റഹ്മാൻ, റസൂൽ പൂക്കുട്ടി, റഫീഖ് അഹമ്മദ്, ശ്രീകർ പ്രസാദ്, സുനിൽ, സ്റ്റെഫി സേവ്യർ, പ്രശാന്ത് മാധവ്, രഞ്ജിത് അമ്പാടി, ഇനി അങ്ങനെയുള്ള എല്ലാ ക്രൂ മെമ്പേഴ്സും. അപ്പോൾ എഴുതുമ്പോൾ ഇതിൻ്റെ ക്യാൻവസ് വലുതാകുമ്പോൾ താങ്കൾക്ക് ഈ ഒരു ഡിപ്പെൻഡൻസ് ഉണ്ടായിരുന്നു ഈ ടെക്നീഷ്യൻസിൻ്റെ കൂടെ, കാരണം എന്നാലേ ഈ സിനിമ തലത്തിലേക്ക് എത്തുള്ളൂ എന്ന്, അതിൻ്റെ ഒരു പ്രഷറോ സ്ട്രഗിളോ ഉണ്ടായിരുന്നു? ഇതിന്റെ ഒരു എഴുത്തിന് മുമ്പേ പൃഥ്വിരാജ് ഇതിന്റെ ബോർഡിലുണ്ട്, നജീബായിട്ട്. പൃഥ്വിരാജ് മാത്രമേ ഉള്ളൂ, ഈ സൈനു പോലും ആരെന്ന് തീരുമാനിച്ചിട്ടില്ല. നജീബ് മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെങ്കിൽ പലപ്പോഴും എഴുതി വെക്കുമ്പോൾ നമുക്ക് അയാളുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഇത് ക്യാരി ചെയ്യാനായിട്ട് ഇതിനൊരു വേറൊരു ഘടകം ഏറ്റവും ഇമ്പോർട്ടൻ്റ് മ്യൂസിക്കാണ്. അപ്പം മ്യൂസിക്കിലൂടെ പലതും പറയേണ്ടി വരും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം അത് കൃത്യമാകുന്നിടത്താണ്. അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും ഇപ്പം ആട് പറയുന്നു, ആടിനോട് യാത്ര പറയുന്നു, അല്ലെങ്കിൽ ആട് മറ്റാടുകളെ വിളിക്കുന്നു എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊന്നും ഡിസ്ക്രിപ്ഷൻ എഴുതി വെക്കാൻ പറ്റും. പക്ഷെങ്കിൽ ഷൂട്ട് ചെയ്ത് പറയാൻ പറ്റത്തില്ല, നമുക്ക് എഴുതി കാണിക്കാൻ പറ്റത്തില്ലല്ലോ ഈ ആട് ഉദ്ദേശിക്കുന്നതാണെന്നുള്ള കാര്യങ്ങളും. അല്ലെങ്കിൽ ആ ആടുകളൊക്കെ തിരിച്ചു വരികയാണ് ഇതിന്റെ വിളി കേട്ടിട്ട്. ഇപ്പം സൗണ്ട് സൈഡ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് റഹ്മാൻ സാർ ഒരു ഓസ്കാറിന്റെ നിറവിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പ്രാപ്യമാകുമോ എന്നുള്ളൊരു വലിയ പ്രയാസം ഉണ്ടായിരുന്നു. അപ്പം അത് തന്നെയല്ല, ഇതിനെ വേറൊരു തലം ഉയർത്തുവാനായിട്ട് കഴിയുമോ, ഇതൊരു മലയാളത്തിൽ മാത്രമായി പറയേണ്ട അല്ല എന്ന് തോന്നുന്നതിൻ്റെ ആദ്യത്തെ ഡിസിഷനാണ് AR റഹ്മാൻ. അദ്ദേഹം സംബന്ധിച്ചതോടുകൂടി തന്നെ 1 by 1 ആയിട്ട് ഇങ്ങനെ. പിന്നെ റസൂലുമായിട്ട് എനിക്ക് വളരെ മുമ്പുള്ള ബന്ധമുണ്ട്. റസൂൽ ഓസ്കാറിൽ എത്തുന്നതിന് മുമ്പുള്ള ബന്ധം. ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് രാജീവ് അഞ്ചലിലൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ബിയോണ്ട് ദി സോൾ എന്ന് പറയുന്ന സിനിമ, അപ്പോൾ ഒന്നും ഇവരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ക്യാൻവാസിലൊരു സിനിമയ്ക്ക് എൻ്റെ ഉണ്ടായിരുന്നില്ല. എൻ്റെ എല്ലാം ഒരു ചെറിയ ഫ്ലാറ്റിലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ചെറിയ സിനിമകൾ, ഫാമിലി വലിയ ഇമ്പാക്റ്റ് ഉള്ള ചെറിയ സിനിമകളായിരുന്നു. അപ്പം അങ്ങനെ സാധ്യതകൾ കൂടുതൽ ഉള്ളതായതുകൊണ്ട് റസൂലുമായിട്ട് സംസാരിച്ചു. പൃഥ്വിരാജ് എന്ന നടന്റെ ഒരു കരിയർ ഡിഫൈനിങ് മൊമെന്റ് തന്നെയാണ് ഈ സിനിമ. അദ്ദേഹം ഇട്ടേക്കുന്ന പെർഫെക്ഷൻ, എന്താ പറയുക, അതിൻ്റെ ഒരു കഷ്ടപ്പാടും പെയിനൊക്കെ നമ്മൾ പറയുന്നതിലധികം സിനിമയിൽ കാണുകയും ചെയ്തു. എന്നാൽ ഈ സമയത്ത് താങ്കൾ നജീബിനെ പൃഥ്വിരാജിൽ കാണുമ്പോൾ, അന്ന് പൃഥ്വിരാജ് ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി,
ഹിന്ദിയിലും തമിഴിലൊക്കെ അഭിനയിച്ച് പിന്നെ അങ്ങോട്ട് ഷൂട്ടിംഗ് തുടങ്ങുമ്പോഴേക്കും പൃഥ്വിരാജിൻ്റെ കരിയോഗ്രാഫ് വളരെ മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. കൂടെ മലയാളി ഓഡിയൻസിൻ്റെ പൾസും, സിനിമകൾ മാറി, സ്വഭാവം മാറി, പ്രോസസ്സ് മാറി. അപ്പോൾ സിനിമയിൽ ബ്ലസ്സി ടച്ചും വേണം, എന്നാൽ മോഡേൺ ഓഡിയൻസിനെ പൃഥ്വിരാജിന് കാണിക്കുകയും വേണം. അപ്പോൾ അതിൻ്റെ ബാലൻസ് എങ്ങനെയായിരുന്നു സർ? അതൊക്കെ പുറമേ നിന്ന് പറയുന്നതല്ല, എനിക്ക് അങ്ങനെ ഒരു, ഞാനിപ്പോഴും പഴയ ആളാണല്ലോ. എനിക്ക് വലിയ ഈ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു ഡിജിറ്റൽ വേൾഡിൽ ചെയ്യുന്ന സിനിമ എനിക്കിപ്പം എനിക്കൊന്ന് ഇതിനു മുമ്പ് കളിമണ്ണ് ചെയ്തപ്പോൾ ഞാൻ ഡിജിറ്റലി ആണ് നമ്മൾ ചെയ്തത്, ഫിലിമിലല്ല ഷൂട്ട് ചെയ്തത്. പിന്നുള്ള ഈ സിനിമ അപ്പം ഇതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് എനിക്ക് അത്ര വലിയ പരിചയമുള്ള ഒരു സംഭവമല്ല ഇപ്പോഴും. പക്ഷെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു കഥ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അത് ഞാൻ ഗുരുമുഖത്തു നിന്ന് എൻ്റെ സാർ എൻ്റെ അടുത്ത് കേട്ട് പറഞ്ഞിട്ടുണ്ട്. നീ ഒത്തിരി ടെക്നിക്കലൊന്നും പഠിക്കണ്ട. ഞാൻ എൻ്റെ ഇടയ്ക്ക് വേറെ പലരോടുകൂടെ വർക്ക് ചെയ്യാനായിട്ടൊക്കെ പോകുന്ന സമയത്ത് ബ്രയൻ സാറ് പറയാറുണ്ട്, നമുക്ക് പറയാനുള്ള കഥ ഫ്രഷായിട്ട് പറയുക എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇതിൻ്റെ ഒരു ഗ്രാമർ പഠിച്ചിട്ട് പറയുമ്പോൾ എല്ലാവരും ഒരേപോലെ സിനിമ ചെയ്യും. അപ്പം നമുക്ക് പറയുന്നത് ഫ്രഷായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ പറയുന്നത്. അതാണ് നമ്മൾ പലപ്പോഴും ഗുരുമുഖത്തു നിന്ന് കിട്ടുന്ന ചില ഗുണങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ സിനിമയെ സമീപിച്ചത്. പക്ഷെങ്കിൽ കുറേ കൂടെ അധ്വാനം ആവശ്യമുണ്ട്, കുറേ കൂടെ പെർഫെക്ഷൻ ആവശ്യമുണ്ട്. ടെക്നിക്കലി ഒരു ക്യാമറ ആണേലും മറ്റ് ലെൻസുകളാണേലും ഒക്കെ വ്യത്യസ്തമാകണം എന്നുള്ളത്. അത് സുനിൽ ഒരുപാട് എനിക്ക് സുനിൽ എല്ലാവരും എടുത്തു പറഞ്ഞൊരു പേര് സുനിലായിരുന്നു. ആടുജീവിതം എന്നൊരു കഥ എന്ന് പറയുന്നത് ഒരു 3 ജനറേഷൻ കൂടിയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ അനുഭവിച്ച നജീബിൻ്റെ കഥ, പിന്നെ ബെന്യാമിൻ എഴുതിയ സാഹിത്യം, പിന്നെ താങ്കൾ കാണിച്ച ചലച്ചിത്ര ഭാഷ. അപ്പോൾ ഇതൊരു ഇമ്മേഴ്സീവ് പടം കൂടിയാണോ? നമ്മളിങ്ങനെ ഒരു കൂടെ കൊണ്ട് നടക്കുക, നമ്മൾ നജീബിൻ്റെ കൂടെ നടക്കുകയാണ് സിനിമയിൽ. നജീബിൻ്റെ കാല് വേദനിക്കുമ്പോൾ നമുക്കും വേദനിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 ഇതിലും ക്രിയേറ്റേഴ്സിന് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ആണ്. താങ്കളും അത് എഴുതി കണ്ടു, അതായത് ഒരുപാട് കുറച്ച് മാറ്റി ചിന്തിക്കാൻ ഇപ്പോൾ സാറ് പറയുകയും ചെയ്തുവല്ലോ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ചില സാധനങ്ങൾ ബുക്കിലുള്ള ഇമ്പാക്റ്റ് ഉള്ള സിനിമയിലെ സീൻസ് വരുമ്പോൾ, എന്നാൽ സിനിമയിലെ സീൻസ് ചിലപ്പോൾ ബുക്കിൽ ഒരു 1-2 വാചകങ്ങളിൽ ഒതുങ്ങി മാറിയിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും സാർ ഡിഫറെൻ്റ് ആയി ചെയ്തിട്ടുണ്ടോ? സ്പെസിഫിക്കലി എനിക്കൊരു എക്സാമ്പിൾ ഉണ്ട്, പക്ഷേ ഇത് കഴിഞ്ഞ ശേഷം ചോദിക്കാം. അതായത് ഈ പുസ്തകത്തിനുണ്ടാകുന്ന സാഹിത്യത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഒരു 43 ചാപ്റ്ററിലാണ് ബെന്യാമിൻ എഴുതിയിരിക്കുന്നത്, ഓരോ അധ്യായങ്ങളും. അതെ. അപ്പം ഇതിൽ തന്നെ ഒരു അധ്യായത്തിൽ തന്നെ ഒരു പാരഗ്രാഫിൽ പറയുന്ന കാര്യം തന്നെ അടുത്ത പാരഗ്രാഫിൽ പറയണമെന്നില്ല. പക്ഷെങ്കിൽ സിനിമയിൽ അങ്ങനെയല്ല. ഇപ്പം ഞാനൊരു വളരെ ക്ഷുഭിതനായിരുന്ന് ഞാൻ സംസാരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇതുമായിട്ട് ഇതേ ഡ്രസ്സിൽ ഇതേ കാര്യത്തിലല്ലേ ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്, എൻ്റെ ഒരു മാനസികാവസ്ഥയുടെ ഒരു. അപ്പം ഇത് ഇങ്ങനെ ഒരു ഇമോഷണൽ കണ്ടിന്യൂറ്റി ഭയങ്കരമായിട്ട് ക്യാരക്ടറിൽ കൂടെ വളരുമ്പോഴാണ് ഇയാളുടെ ഒരു പ്രയാസങ്ങളൊക്കെ. ഇപ്പം ചിലർക്ക് ചോദിക്കാം, നജീബ് ഇതിനിടയ്ക്ക് ആടുകളോട് സംസാരിക്കുന്നുണ്ട്, ശങ്കരാടി, മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് EMS എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കും. അപ്പം നമ്മൾ ഇത് സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ചില സമയം കാണുന്നു, അല്ലെങ്കിൽ അയാളുടെ സമയങ്ങൾ ടൈം പാസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ആലോചിച്ചെങ്കിൽ പോലും നമുക്ക് അതടക്കി അങ്ങനെ വരുമ്പോഴത്തേക്ക് തിയേറ്ററിൽ അങ്ങനെ ആൾക്കാർ ഭയങ്കരമായിട്ട് ബഹളം വെക്കും അല്ലേ, ഒരാടിനടുത്ത്. അപ്പം ഇയാളുടെ മാനസികാവസ്ഥ ഈ സീൻ കഴിഞ്ഞ് അടുത്ത സീന് വേറെയാ. ഈ കണ്ടിന്യൂറ്റി ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു രീതിയിൽ ഫോളോ ചെയ്യേണ്ട എന്ന് തീരുമാനിക്കാറുണ്ട്. എനിക്കൊരു സംശയമുണ്ട് സർ, ആടിന്റെ പ്രസവം എന്തുകൊണ്ടാണ് സർ അതിൽ കൊണ്ടുവരാഞ്ഞത്? ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു. ആണോ? എന്താ സർ ഞാനത് ഷൂട്ട് ചെയ്യുകയും റിയലായിട്ട് ആടിനെ പ്രസവിക്കുന്ന ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു. പിന്നെ അതുമായി ബന്ധപ്പെട്ട് പുസ്തകത്തിലുണ്ടായിരുന്ന നബീൽ എന്ന് പറയുന്ന ആട്ടിൻകുട്ടി, അത് ഇയാള് പോകാൻ വേണ്ടി ഇയാളുടെ അപ്പം എനിക്ക് നബീലിനെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു 4-5 സീനെങ്കിലും കൂടെ ഞാൻ ചെയ്യേണ്ടി വരും. ഈ നബീൽ എന്ന് പറയുന്ന ഈ ആടിനെ വളർച്ചയുണ്ടല്ലോ, ആടിൻ്റെ ഇതേ പ്രസവിക്കുന്ന ഈ ആട്ടിൻകുട്ടി തന്നെ വളർന്നു വേണം വരാൻ, അല്ലെങ്കിൽ അതിനെ മേക്കപ്പ് ചെയ്യണം ആ രീതിയിൽ. അപ്പം അതൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ VFX എന്തെങ്കിലും ചെയ്യാം, കളേഴ്സൊക്കെ നമുക്ക് ചെയ്യാമെന്നായിരിക്കാം. പക്ഷെങ്കിൽ ഇതിനൊരു ഈ നജീബിന് ഈ ആട്ടിൻകുട്ടിയോട് ഉണ്ടാകുന്ന ഒരു വലിയ ബന്ധം കാണിക്കണമെങ്കിൽ എനിക്കൊരു മിനിമം ഒരു 20 മിനിറ്റ്സ് എങ്കിലും മിനിമം വർക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് നോക്കുമ്പം ഞാനൊരു 3.5 മണിക്കൂറോളം ഷൂട്ട് ചെയ്തതിൽ നിന്നാണ് ഇതിലേക്ക് മാറ്റുന്നത്. എഡിറ്റ് ചെയ്തതിൽ നിന്നാണ് ഞാൻ വീണ്ടും ഒരു 3/4 മണിക്കൂർ കുറയ്ക്കുന്നത്. അപ്പം എനിക്ക്
ഇതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് വർക്കൗട്ട് ആണെങ്കിൽ വീണ്ടും അത് തന്നെയല്ല, സിനിമയ്ക്ക് ഉണ്ടാകുന്ന ഒരു ചില പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഓരോ ചാപ്റ്ററിലാണെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ ഇടവേളകൾ നമുക്കുണ്ട്. തിരിച്ചു വരും, ചായ കുടിക്കും, അല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് ഓഫീസിൽ പോകും, തിരിച്ചു വരും, ഇങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ നമ്മളിൽ തന്നെ ഒരു എഡിറ്റിംഗ് നടക്കുന്നുണ്ട്. സിനിമയിൽ തിയേറ്ററിൽ വരുമ്പോൾ ചിലപ്പോൾ അതൊക്കെ അപ്പോൾ അതൊക്കെ ഒത്തിരി പ്രയാസമുണ്ട്. സർ, വേറൊരു കാര്യം, സെയിം തിങ്, ഏറ്റവും ഇമ്പാക്റ്റ് എനിക്ക് തോന്നിയത് അത് തിയേറ്ററിലും പെട്ടെന്ന് കരച്ചിലും ഗദ്ഗതമൊക്കെ കേട്ടതും ആടുകളോട് യാത്ര പറയുമ്പോഴുള്ള സീനാണ്. അത് ബുക്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ തീരുമാനിച്ചു. നമ്മളിപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ബെന്യാമിനെക്കാട്ടും കൂടുതൽ പ്രാവശ്യം പുസ്തകം വായിച്ചിട്ടുള്ള ഞാനാണ്. അപ്പം ഇത് സ്വാഭാവികമായിട്ട് എനിക്ക് എൻ്റെ നോട്ട്സുകളിലും ഒക്കെ വന്നിട്ടുണ്ടാകാവുന്നതാണ് കാര്യങ്ങൾ. അപ്പം അത് പക്ഷെങ്കിൽ അത് ഈ ആടുകളെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പാർട്ടികളാണ് കേട്ടോ. യാതൊരു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും, കേൾക്കുക. അല്ല, എനിക്ക് തോന്നുന്നില്ല അതിനത്ര എന്തെങ്കിലും ബുദ്ധിയുള്ളതായിട്ട്. എന്തോ ഒരു പ്രത്യേകതരം ശബ്ദങ്ങള്, ചില ശബ്ദങ്ങള് എന്തോന്നല്ലേ വർഗത്തിന്റെ പേര്, അവാസി. അപ്പം ഇതൊന്നും നമ്മൾ പറയുന്നിടത്ത് നിൽക്കുന്ന പാർട്ടികളൊന്നും അല്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് ചില ഷോട്ട് ഒരു ദിവസമൊക്കെ ഒരു ഷോട്ടൊക്കെ എടുത്തിട്ടുള്ള ദിവസങ്ങളുണ്ട് ഈ ആട് കാരണം. നമ്മൾ പറയുമ്പം രാജു നോക്കും, പക്ഷെ ആട് ചുറ്റുപാടും വന്ന് നിൽക്കുകയൊക്കെ വേണമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു പെട്ടുപോയല്ലോ തോന്നുന്നുണ്ട്. പട്ടിയോ പൂച്ചയോ മറ്റ് വളർത്തുമ്പോ ഇതിനൊക്കെ ഒരു അനുസരണ ഉണ്ടല്ലോ. ഇത് മെരുക്കാൻ റെഡിയല്ലാത്ത സാധനങ്ങളല്ലേ. അതെ, ബെന്യാമിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, എന്താ വെച്ചാൽ സിനിമാ ഭാഷയും സാഹിത്യവും വെള്ളവും നീരാവിയും തമ്മിലുള്ള ബന്ധമാണ്. അതായത് വെള്ളത്തിലൊരു അംശം നീരാവിയിലുണ്ട്, പക്ഷെ വെള്ളത്തിന്റെ രൂപത്തിലല്ല. അപ്പോൾ സാറിന് അങ്ങനെ ചില നീരാവി ആണ് താങ്കളുടെ ടച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വെള്ളത്തിന്റെ അംശം എത്രത്തോളം സാർ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ആടുജീവിതത്തിൽ? ഇതിൻ്റെ ഒരു മൊത്തമായ ഒരു ഘടന എന്ന് പറഞ്ഞാൽ, ഈ ഇയാള് നജീബ് ഹക്കീമിനോടൊപ്പം അവിടെ വരുന്നു, അവിടെ രണ്ടുപേരും സെപ്പറേറ്റഡ് ആകുന്നു, പിന്നെ അയാളുടെ ഒരു കുറച്ച് വർഷങ്ങൾ പോകുന്നു, അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, പിന്നീട് പരാജയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അയാളുമായിട്ട് കണ്ടുമുട്ടുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഘടനയുണ്ടല്ലോ, കഥയുടെ ഒരു സ്റ്റോറി. ആ സാധനം ഞാൻ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇതിനുള്ളിൽ ആടും ഇയാളും തമ്മിലുള്ളൊരു ബന്ധത്തിനെ കുറിച്ച് പറയുന്നത്, ഇപ്പം അവർ തമ്മിൽ സംസാരിക്കുന്ന പൊച്ചക്കാരി, രമണി, അങ്ങനെയൊക്കെ പറഞ്ഞ പല കാര്യങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതുണ്ട്. പക്ഷെ എനിക്ക് അതൊന്നും പറയാനുള്ളൊരു സമയം സാവകാശമില്ല. അത് തന്നെയല്ല, ഈ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഒരു ഇമോഷണൽ കണ്ടിന്യൂറ്റി എനിക്ക് നഷ്ടപ്പെടുമെന്ന് പറയും. പക്ഷെങ്കിൽ ഞാൻ അതിനകത്ത് എനിക്ക് ആൾക്കാർ ഒരുപാട് സംസാരിക്കുകയും ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ, ഇയാൾ ആടുകൾ തമ്മിൽ ഇടിക്കുമ്പോൾ അതിനെ ഓടിച്ചു വിടുമ്പോഴത്തേക്ക് ആടുകൾ ചിതറിപ്പോകുമ്പോൾ അയാൾ ചീത്ത വിളിച്ചിട്ട് പോകുമ്പം എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ ഒരു ആട്ടുംകുട്ടി വന്ന് കരയുകയും അത് എന്നിട്ട് ഹെൽപ്പ് ചെയ്യാണ്. അത് കരഞ്ഞ അത് പുസ്തകത്തിൽ ഇല്ലാത്ത നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു സാധനം. ഞാൻ എഴുതിയതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം. കാരണം ഈ മൃഗങ്ങൾക്ക് ഉണ്ടാകുന്നത് ശരിക്കും ആടുകൾക്ക് അതില്ലെങ്കിൽ പോലും ഞാനങ്ങ് ഇമാജിൻ ചെയ്യാം, ഒരു ദുർബുദ്ധി വരാത്ത സമയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരൊരു മൃഗം പോലെ തന്നെയാണ്. പക്ഷെങ്കിൽ നമ്മളോട് അതിനും നമുക്ക് കാണുന്ന മനുഷ്യനില്ലാത്ത അനുകമ്പ മൃഗത്തിനുണ്ടാകുന്നതൊക്കെ പറയുന്ന വലിയൊരു ഫിലോസഫി എനിക്ക് അതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. സിനിമയിലെ കോൺട്രാസ്റ്റുകൾ, അതായത് ഇടയ്ക്ക് സാർ മാച്ച് കട്ട് ചെയ്തിട്ട് ഫ്ലാഷ് ബാക്കിലേക്ക് കണ്ടിന്യൂസ്ലി തിരിച്ചു പോകില്ല. നമ്മൾ കമൽഹാസൻ സാറിൻ്റെയും മണി സാറിൻ്റെയും ഒരു പ്രസ്താവന ഞാൻ കണ്ടു, അതായത് ഞങ്ങൾക്ക് ഇൻട്രോയിൽ ഇപ്പോൾ വെള്ളം കുടിക്കാൻ തോന്നിയെന്ന്. അപ്പോൾ താങ്കൾ നമുക്കും അതന്നെ, മരുഭൂമിയിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ നേരെ വെള്ളത്തിലേക്കും കേരളത്തിൻ്റെ പച്ചപ്പിലേക്കും പോയി പിന്നെ തിരിച്ചും വരുന്ന ആ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? എന്തുകൊണ്ട് അങ്ങനെ കൊണ്ടുവരാൻ കാരണം? നമ്മൾ ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞപ്പോൾ ഈ പച്ചപ്പിനോടൊപ്പം നമുക്ക് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡെസേർട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഒരു കളർ ബ്ലൈൻഡ്നെസ് നമുക്ക് വരും. ഈ പച്ചയൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു ഉള്ളിലൊരു ഭയങ്കര ഒരു ഇത് വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ നാട്ടിലെ ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത് എല്ലാം നമ്മൾ ഈ പച്ചപ്പ് നനവെന്ന് പറയുന്നത് അത് പ്രണയത്തിലുണ്ട്, ആർദ്രമാണ്, ഇങ്ങനെ പറയുന്ന ഒരു വെറ്റ്നെസ് എന്ന് പറയുന്നത് നമ്മൾ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ആറിന്റെ തീരത്തുള്ള ഒരു വീട്, മഴ യാത്രയാകുമ്പോഴത്തേക്ക് മഴ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ എല്ലായിടത്തും ഈ ജലത്തിന്റെ ഒരു എന്ന് വെച്ചാൽ ഘടകം ഉണ്ടാകും. എന്ന് വെച്ചാൽ മറ്റേത് തിരിച്ചാണല്ലോ, ഒരു കോൺട്രാസ്റ്റ് ആണ്. പ്രകൃതി ഒരുപാട് സഹായിച്ചിട്ടുണ്ടോ? അങ്ങനെ വെച്ചാൽ ഈ സിനിമയിൽ പ്രകൃതി വിരുദ്ധമായിട്ടും ഉണ്ട്, എന്നാൽ പ്രകൃതി താങ്കളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന്
ഞാനറിയാം സാൻഡ് സ്റ്റോം സമയത്തൊക്കെ ഉള്ള ഷൂട്ടിംഗ്, ഒരുപാട് സാൻസോൺസ് അല്ല, ഹെയിൽ സ്റ്റോം. ഞാൻ റെയിൽവേ സ്റ്റേഷൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു മാർച്ച് മാസത്തിലാണ്, മാർച്ച് 14 കൃത്യം. എന്ന് വെച്ചാൽ അന്നോടുകൂടി ഈ നാട്ടിലെ ഷെഡ്യൂൾ തീർക്കുകയാണ്. ഇപ്പം നാട്ടിലെ പോർഷൻസ് ഷൂട്ട് ചെയ്ത കെ യു മോഹനായിരുന്നു ആ സമയത്ത്. അപ്പം ഭയങ്കര പാലക്കാട് മങ്കര ആ ഭാഗത്തുള്ള ഒരു ചെറിയ മീറ്റർ ഗേജ് ഡീസൽ എഞ്ചിൻ വേണമല്ലോ. അപ്പം അത് വളരെ കേരളത്തിൽ ആകപ്പാടെ ഒരു സ്റ്റേഷനെ കണ്ടുള്ളൂ, മധുരയ്ക്ക് കണ്ടു പോകുന്നൊരു സംഭവം. അപ്പോൾ അവിടെ പോയി നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം തലേന്ന് മോഹൻ പറഞ്ഞു, ഇത്ര കത്തുന്ന വെയിലത്ത് എങ്ങനെ മഴ കാണിക്കുന്നത്, എനിക്ക് മഴ വേണം തന്നെ, ഞാനായിട്ട് വേണ്ടതൊന്ന് മഴയുടെ സെറ്റപ്പ് എല്ലാം കൊണ്ടുവന്നു എല്ലാം സെറ്റ് ചെയ്യും. അപ്പം മോഹൻ പറഞ്ഞു, ആൾക്ക് ഈ കുറുക്കൻ്റെ കല്യാണം എന്ന് നമ്മൾ പറയും, വെയിലത്ത് മഴ പെയ്യുമ്പോൾ അതെങ്ങനെയാണ്. ഞാൻ പറഞ്ഞു അതെല്ലാം ശരിയാകും, ശരിയാവും, നാളെ നോക്കിയോ നമുക്കെല്ലാം ശരിയാകും. അപ്പം മോഹൻ ഇങ്ങനെ തമാശയ്ക്ക് എൻ്റെ അടുത്ത് പറയും, ശരിയാവുമോ എന്നൊക്കെ കളിയാക്കി. അതിശയം, പിറ്റേ ദിവസം ഭയങ്കര മേഘം മൂടി, വെയിലില്ല, മഴ പെയ്തു, ഒറിജിനൽ മഴ പെയ്തു. ഇതൊരു ഭാഗ്യട്ടോ സർ. അത് താങ്കളുടെ ഒരു കൺവിക്ഷന്റെ ഭാഗമായിട്ട് ദൈവം കൂടെ നിന്ന, തീർച്ചയായിട്ടും നജീബിന്റെ കൂടെ ഒരുപാടെടുത്ത് ഞാൻ എൻ്റെ ഒരു പ്രാർത്ഥനയാണെന്ന് ഞാൻ ഒരുപാട് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. പ്രകൃതി നമ്മളോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാറ്റ് ഭയങ്കരമായിട്ടുള്ള ആദ്യത്തെ ആ സീക്വൻസ് നമ്മളിപ്പം സോങ്ങിലേ ഉള്ളൂ, സീനിലായിട്ടില്ല. ഇങ്ങനെ ഭയങ്കരമായിട്ട് കാറ്റടിച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴൊക്കെ. ഈ സിനിമയുടെ അറബി ഡയലോഗുകൾ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ സാർ അത് സബ് ടൈറ്റിൽ ചെയ്തിട്ടുള്ളൂ. അതിന്റെ കാരണം നജീബ് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾക്കും മനസ്സിലാക്കേണ്ടതാണ്. അതായത് തുടക്ക സമയത്ത് നമ്മൾ അയക്കുണ്ടാകുന്നൊരു നമുക്ക് അപരിചിതത്വം ഉണ്ടല്ലോ. നമുക്കിപ്പോഴും ഭാഷയുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, നമുക്ക് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് പറയുന്ന അവർക്ക് മനസ്സിലാകുന്നില്ല, നമ്മൾ അങ്ങനെ ഭയങ്കര അങ്കലാപ്പുണ്ടാകും. ആ ഒരു കാര്യം ഇവരെന്താ പറയുന്നതെന്നുള്ള അയാൾ മനസ്സിലാകാതെ, പ്രത്യേകിച്ച് ആദ്യം വന്ന് ഇറങ്ങുമ്പോഴും ഒക്കെ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാവുക. ഞാൻ അതും അത് തന്നെയല്ല, ഇവർ ഈ പറയുന്ന കാഷ്വൽ ഡയലോഗുകളാണല്ലോ. പ്രത്യേകിച്ച് അറബ്സ് ഒരുപാട് സംസാരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യും. അങ്ങനെ ഇത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുമ്പോൾ ഒരു സുഖം തോന്നുന്നില്ല. അതിൻ്റെ അത് അറിയേണ്ടതും ആവശ്യമായിട്ടുണ്ടാവില്ല. ഇനി ഇവന്തോ പാട്ടോ. അപ്പം അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തതാണ് മണപ്പുറം. നമുക്കെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അങ്ങനെ പറയുന്നത് അർബാബ്. പക്ഷെ നമുക്ക് അറിയില്ല ഇത് എന്താ മനസ്സിലാവണില്ലേ. പക്ഷെ അത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തു നമുക്കൊക്കെ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വര നജീബിന്റെ അവസ്ഥ നമുക്കും പക്ഷേ എന്തെങ്കിലും നല്ലത് വരുമല്ലോ എന്ന് വെച്ചാൽ എപ്പോഴുമാണ്. അതിൽ നിന്നാണ് എൻ്റെ അടുത്ത ചോദ്യം, ഈ സ്പിരിച്വാലിറ്റി ഇൻ യുവർ മൂവി. അതായത് റഹ്മാൻ്റെ പാട്ടിലുണ്ട്, സന മൂസയുടെ പാട്ടിലുണ്ട്, അത് മ്യൂസിക് സ്കോറിലുണ്ട്. പിന്നെ അതുമാതിരി ഈ ക്യാരക്ടർ എപ്പോഴും പടച്ചോനെ എന്ന് വിളിച്ച് നടക്കുന്നുണ്ട്. പിന്നെ ദൈവത്തിനെ നമ്മൾ കാണിക്കുന്നുണ്ട് ജിമ്മിയിൽ കൂടെ, അല്ലേ ആ ക്യാരക്ടർ. അപ്പോൾ സാറിന് എങ്ങനെയായിരുന്നു ഈ സാറും വളരെ സ്പിരിച്വലാണെന്ന് എനിക്കറിയാം, വളരെയധികം. അപ്പോൾ താങ്കളുടെ വിശ്വാസവും ഈ സിനിമയുടെ വിശ്വാസവും കൊണ്ട് കോർത്തിണക്കിയിട്ടുള്ള ആ ഒരു ജേർണി ഒന്ന് പറയുമോ? ഞാൻ വളരെ ഒരു സാധാരണ ഒരു 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 അസിസ്റ്റന്റ് ഡയറക്ടർ എൻ്റെ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളാണ് ഇന്നും. എനിക്ക് അങ്ങനെ ഒരു എഴുതാൻ പറ്റുന്ന ഒരാളായിട്ടൊന്നും എനിക്ക് ഇന്നും തോന്നിയിട്ടില്ല. എനിക്കിപ്പോഴും വളരെ ഉറപ്പാണ്, രേഖ എൻ്റെ അടുത്ത് ഒരു എന്തെങ്കിലും ഒന്ന് എഴുതി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രയാസമാണ്. ഞാൻ എന്നാൽ തനിച്ചാണ്. ചിലപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അവസാനം നജീബ് ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് 3 മാസം ജയിലിൽ 3 വർഷം മരുഭൂമിയിൽ കിടന്നതിനേക്കാൾ പ്രയാസമായിരുന്നു 3 മാസം ജയിലിൽ കിടന്നതിന് ഒരു സോളിലോക്ക് ഡയലോഗുണ്ട്. നാട്ടിലോട്ട് ചെല്ലുമ്പോൾ യാത്രക്കാർ ഇതിങ്ങനെ ഒരു സ്ട്രക്ചറുണ്ട്, എന്താ എഴുതണമെന്നുള്ളതിൻ്റെ അങ്ങോട്ട് നമുക്കൊരു കിട്ടുന്നില്ല. അപ്പോൾ ഇത് ലാസ്റ്റ് ഡബ്ബിങ്ങിൻ്റെ സമയത്തൊക്കെ വേണ്ടിയൊരു സാധനം. അപ്പം ഒരുപാട് എഴുതി നോക്കിയൊന്നും നടക്കുന്നില്ല, ശരിയാകുന്നില്ല. അപ്പം ഒരു പ്രാവശ്യം ചെന്നൈയിൽ നിന്ന് ഞാൻ കൊച്ചിക്ക് വരുന്ന സമയത്താണ് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എഴുതണമെന്ന് തോന്നി, ഫ്ലൈറ്റിൽ ഇരുന്നിട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ പേനയുണ്ട് ഓഫ്കോഴ്സ്, അപ്പോൾ പേപ്പറില്ല, ഇതില്ല. നോക്കിയാൽ ബോർഡിംഗ് പാസ് ഉണ്ട് കയ്യിൽ. ബോർഡിംഗ് പാസ് ഞാൻ എഴുതി വെച്ചു. അതാണ് ഡയലോഗ്, ആ ഡയലോഗ്. അപ്പം അത് നമുക്കന്നേരം ഇതെപ്പോഴും നമ്മളല്ല വേറെ ആരോ ചെയ്യുന്ന ഒരു പരിപാടിയാണ്, നമ്മളതിൻ്റെ അകത്ത് റോളുകൾ വയ്ക്കുന്നു എന്ന് മാത്രമേ ഇന്നും തോന്നിയിട്ടുള്ളൂ.
പക്ഷെ ദൈവത്തിന്റെ കടാക്ഷം എപ്പോഴും ഉണ്ടായിരുന്നു ഈ സിനിമ. ഞാൻ ഈശ്വരനെ വിശ്വസിക്കാൻ തുടങ്ങിയത് ക്രിയേറ്റർ ആണെന്ന് തോന്നുന്ന ഒരു ചില കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് എനിക്ക് എൻ്റെ അറിവിൽപ്പെട്ട കാര്യമല്ലല്ലോ ഇത്, ഞാനെങ്ങനെ എഴുതിയെന്നൊക്കെ എനിക്ക് തോന്നും. ഭ്രമരമൊക്കെ എനിക്ക് എന്നെ ഞാൻ മുട്ടക്കുത്തി എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവൻകുട്ടി ഇങ്ങനെ ഭയങ്കര ഭ്രാന്തമായ ഒരവസ്ഥ ഇവരുമായിട്ട് സെക്കൻഡ് ഹാഫിൽ ഓടിച്ച് വണ്ടി കൊണ്ടുവന്ന് ഒരു മുനമ്പിൽ കൊണ്ടുപോയി ചവിട്ടി നിർത്തുക, എന്നിട്ട് വെളിയിലിറങ്ങി കൈ കൊട്ടി അട്ടഹസിച്ചിരിക്കുക. അപ്പം ഞാൻ തന്നെ ഇരിക്കുന്ന ഭ്രാന്താണ് എന്ന് ഞാനങ്ങ് ചോദിക്കുക എന്നോട്, ഇയാളെന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചു. അങ്ങനെ ഒരു സാധനം എഴുതിയപ്പോൾ എനിക്ക് ശരിക്കും സാറിനെ പത്മനാഭൻ സാറിനെ എനിക്ക് ഓർമ്മ, ഈ സാറിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെയാണ് ഈ ഭയങ്കര ഞാൻ ഇമോഷണലി അങ്ങനെയൊക്കെ ഒരു മനുഷ്യനാവട്ടെ, ഞാൻ ചുമ്മാ കാർത്താൻ പറയുകയൊക്കെ ചെയ്യും വെറുതെ. അപ്പം ഞാൻ പെട്ടെന്ന് തിരിച്ചു സ്ക്രിപ്റ്റ് എടുത്ത് നോക്കി, എഴുതിക്കൊണ്ടിരിക്കണം നോക്കിയപ്പം പഴയ ആദ്യം ഈ സുരേഷ് മേനോനുമായിട്ട് കാണുമ്പം ഇങ്ങനെ സംസാരിക്കുമ്പോൾ അയാൾ പേരെന്താന്ന് ചോദിക്കുമ്പോൾ ജോസ് എന്ന് പറഞ്ഞിട്ട് അയാളൊരു പാതി നോട്ടമായി അവനെ നോക്കി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അയാളുടെ ചെവിയിൽ വണ്ട് മൂളുന്ന പോലെ ഞാൻ എഴുതിയിട്ടുണ്ട്. ശരിക്കും ഈ സിസോഫ്രീനിക് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഈ സൗണ്ടിന്റെ ഫോബിയാസ് ഉണ്ടാകുന്നത്. അപ്പം ഈ വണ്ട് മൂളുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭ്രമരമെന്നാ. അന്ന് ഈ പേരുണ്ടായില്ല. അപ്പൊ ആര് ചെയ്തി പണി? ഞാനല്ലല്ലോ. അപ്പൊ എനിക്ക് ഒറ്റ സീൻ തിരുത്തേണ്ടി വന്നില്ല. എല്ലാ ലക്ഷണവും അതിൻ്റെ അകത്ത് ഇയാളുടെ ഒരു ഫോബിയയുടെ എല്ലാ ലക്ഷണവും ഇയാളുടെ വിഭ്രാന്തി മൊത്തം എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ അന്നേരം ഞാൻ മനസ്സിലാക്കിയില്ല ഇതായിരുന്നു എന്നുള്ള കുഴപ്പം. ഭയങ്കര അത്ഭുതമാണ് ഇത്. ഈ കമ്മിങ് ടു ഭ്രമരത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഭ്രമരത്തിന്റെ ക്യാരക്ടർ ആണെങ്കിലും തന്മാത്രയാണെങ്കിലും ഈ ആടുജീവിതത്തിൽ നജീബാണെങ്കിലും കാഴ്ചയിലാണെങ്കിലും ഒക്കെ തന്നെ ഈ ക്യാരക്ടറിന്റെ ഡാർക്ക് സൈഡ് സാർ കാണിക്കുന്നുണ്ട്. ഈ സൈക്കോളജിക്കൽ ജേർണി ഓഫ് ദറ്റ് ക്യാരക്ടർ. അത് സാർ അത് ഇത് ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പം ദൈവത്തിന്റെ കടാക്ഷം എന്ന് പറഞ്ഞു, എന്നാലും ഒബ്സർവേഷനാണ്. കാരണം എങ്ങനെയാണ് ഈ ആ ഡാർക്ക് സൈഡിലേക്കും അവരുടെ പെയിനിലേക്കും നമ്മളെ എത്തിക്കുന്നത്? ഞാൻ ഒത്തിരി ഫോക്കസ് ചെയ്യും. എനിക്ക് അങ്ങനെ എങ്ങനെയെന്ന് അറിയത്തില്ല. ഞാൻ നിസ്സാരമായി ചെയ്യാറില്ല ഒന്നും. ഞാൻ വളരെ സീരിയസ് ആയിട്ട്, എനിക്ക് ഇതല്ല വേറെ ഒരു പണി അറിയത്തില്ല, സത്യം ഞാൻ പറയും. പിന്നെ അത്യാവശ്യം വേണമെങ്കിൽ ഡ്രൈവ് ചെയ്യാം, അത്ര വലിയ ഡ്രൈവറായിട്ട് പോകാനൊന്നും അറിയത്തില്ല എങ്കിൽ പോലും എന്നുള്ള. അപ്പം അതുകൊണ്ട് തന്നെ ആ ജോലിക്കകത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് ഇതിൻ്റെ അകത്ത് എനിക്ക് ഒത്തിരി അത്ഭുതങ്ങൾ എനിക്ക് പറയാൻ പറ്റും. ഞാൻ ബുദ്ധനെ അധികം വായിച്ചിട്ടൊന്നുമില്ല. ക്ഷമയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് ഞാൻ ഭ്രമരത്തിൽ എഴുതി. അതെങ്ങനെ എനിക്ക് എഴുതാൻ പറ്റിയേ? ബുദ്ധൻ പറഞ്ഞിട്ടുള്ള. അപ്പം ഒരു ഘട്ടത്തിൽ ലാലേട്ടന് ബസ്സിൽ വെച്ചിട്ട് പറയുന്നതാണ് ക്ഷമയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് ബുദ്ധൻ പറഞ്ഞാന്ന് കൂടി പറയുന്നുണ്ട്. ഈ സമയത്ത് എന്തോ ഒരു സാധനം ഇച്ചിരി ഫിലോസഫിക്കലായിട്ട് ഇയാൾ ജയിലിലെ ആ സ്കൂളിൽ പഠിപ്പിച്ച അങ്ങനെയൊക്കെയാണല്ലോ ഇവരെ സദുദ്ദേശപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുമല്ലോ. അപ്പം അതിൻ്റെ ഒരു ഫ്ലെയർ കിട്ടാൻ വേണ്ടി ഇങ്ങനെ പറയിക്കുന്നത്. അവിടെ വെച്ച് സ്കൂളിൽ ഇങ്ങനെ ആരോ മാഷ് പഠിപ്പിച്ച എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി. അപ്പം അങ്ങനെ ഒരു ലിങ്കൊക്കെ കിട്ടുമല്ലോ ആ സ്കൂളിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് എഴുതണമെന്ന് വിചാരിച്ചപ്പോഴേ പെട്ടെന്ന് ഞാൻ 3-4 ദിവസം മുമ്പ് വായിച്ചൊരു പേപ്പറിലെ എഡിറ്റോറിയലിൻ്റെ താഴെ ഇങ്ങനെ ചില കോട്ടിങ്ങൾ. അപ്പോൾ അത് നോക്കിയപ്പോൾ ആ പേപ്പർ തപ്പിയെടുക്കുക. തപ്പിയെടുത്തപ്പോൾ ഈ സാധനം കണ്ടു. അന്ന് വായിച്ചത് തലച്ചോറിൽ എവിടെയോ കിടന്ന ക്ഷമയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന ബുദ്ധൻ. അതാണ് എഴുതി വെച്ചു. അപ്പം അതുകൊണ്ട് ഞാൻ ബുദ്ധനെ പഠിച്ചാലോ ചെയ്യാൻ പറ്റത്തുള്ള ഒരു കാര്യമാണ്. പക്ഷെ സാറിന്റെ സമയത്തുകളിൽ എനിക്കിവിടെ എല്ലാം വന്നു ചേരുന്നു. അതാണ് അതൊരു ഭാഗ്യമാണ് സാർ. അത് തന്നെയാണ് ഈ ബ്ലെസ്സിങ്സ്. അതിന് ബ്ലെസ് ചെയ്ത പേരുണ്ടല്ലോ സാർ. ഈ സിനിമയിൽ നജീബിൻ്റെ കൂടെ തന്നെയാണ് സാർ ഞങ്ങളെയും കൊണ്ടുപോകുന്നതും ക്യാരക്ടറിൻ്റെ ജേണി സാർ കൊണ്ടുപോകുന്നതും. ഇതിൽ പല വേറെ എന്താ പറയുക ലെയേഴ്സ് വേണമെങ്കിൽ ഉണ്ടാക്കാമായിരുന്നു. ആ അറബി കൾച്ചർ, അവരുടെ ഒരു പൊളിറ്റിക്സ്, ഇതൊന്നും സാർ കൊണ്ടുവരാൻ ശ്രമിച്ചില്ലായിരുന്നു. അത് ദാറ്റ് വാസ് വൈ വാസ് ദാറ്റ്? എന്തുകൊണ്ടാണ് അതിലേക്കൊന്നും പോകാഞ്ഞത്? നമ്മൾ ഈ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. നമുക്ക് എങ്ങനെയാണ് ഒരു നജീബിൻ്റെ ദാഹം. നജീബ് കഴിഞ്ഞ ദിവസം എനിക്ക് ഇന്ന് ആരോ പറഞ്ഞു കേട്ടു, ഈ സിനിമ കണ്ടുകൊണ്ടിപ്പോൾ അടുത്തിരുന്ന ഒരു ലേഡി ചോദിച്ചു, ഇവർ റോഡിലെത്തുമോയെന്ന് ചോദിച്ചു. അതെങ്ങനെ വർക്കാവുന്നത്? അവർക്ക് കാണുന്നോണ്ടിരിക്കുന്ന ഇവർ എങ്ങനെയെങ്കിലും റോഡിലെത്തണേ എന്ന്. അപ്പോൾ ഇത് നമ്മൾ എഡിറ്റ് പല ആൾക്കാരും അതിൻ്റെ ഇടയ്ക്ക് ചില ലാഗ് ഉണ്ടാവും. ഇയാൾ തന്നെ ചെയ്യുമ്പോഴത്തേക്ക് ലാഗ് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഒരു ടീമിൽ അപ്പം അവർ പറയാം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി ലാഗ് വേണം. കാരണം
ഇതൊരു ഒരു ഭയങ്കര ഇവർ ഇങ്ങനെ മൂവ് ചെയ്ത് വെച്ചിരുന്നു. ഒരു പ്രയാസം മടുപ്പ് തോന്നണം, ഇവർ എത്തണ്ടേ. അതെ. അത് സാധാരണ ആൾക്കാർ വർക്ക് ചെയ്യുന്ന നമ്മൾ പറയുന്ന ഈ ലാഗല്ല, അവർക്ക് വന്ന ഇവർ ഇത് എത്തുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നലാണ്. ആ ഒരു കുപ്പിയുടെ സീൻ സുനിൽ പറഞ്ഞു 43 പ്രാവശ്യം ഷൂട്ട് ചെയ്തു. അതിനെ കുറിച്ച് പറയോ? ആ കുപ്പി ഈ ശരിക്കും പുസ്തകത്തിലുള്ള അല്ല. അപ്പം അതും എനിക്ക് ഭയങ്കര ഞാൻ കുറച്ച് കഴിയുമ്പോഴാണ് ഞാനിതൊക്കെ എൻജോയ് ചെയ്യുന്നത്. കാരണം ഇതൊക്കെ എഴുതാൻ സാധിച്ചല്ലോ എന്ന് തോന്നുന്നൊരവസ്ഥ. അത് നീരാവിയാണ്. അത് തന്നെ. അപ്പം കുപ്പി ഇങ്ങനെ കൂടെ വന്നു, കുറച്ച് വെള്ളം. അപ്പം പ്രത്യേകിച്ച് ആ കുപ്പി റെപ്രസെന്റ് ചെയ്യുന്നത് ഖാദിരിയാണ്, മനസ്സിലല്ലോ. അപ്പോഴും അയാളില്ലെങ്കിൽ പോലും അയാളുടെ പ്രസൻസ് വെള്ളമായി വരുന്നു, ഈത്തപ്പഴമായിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അയാൾ വളരെ കാഷ്വലായിട്ട് ഉപേക്ഷിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് കാറ്റടിക്കുന്നുണ്ട്. കാറ്റ് കുഴപ്പത്തേക്കാണ് പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നത്. ഇതെടുത്തോണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു തനിച്ചാകുമ്പോഴാണ് നമ്മുടെ ഒരു ചെറിയ കാര്യത്തിനോട് പോലും നമുക്ക് ഞാൻ പണ്ട് ഒരുപാടെടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കഥയാണ്. എനിക്കും അത് എൻ്റെ കഥയാണോ ഞാൻ കണ്ട കഥയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഈ ഈശ്വരൻ നമുക്ക് വേണോ എന്നുള്ളൊരു ചോദ്യം ഞാൻ പലയിടത്തും സംസാരിക്കുന്നത്. എന്തിനാണ് ഈശ്വരൻ? ഞാനൊരു ദ്വീപിൽ തനിച്ചാണ് നിൽക്കുന്നത്. അപ്പം എനിക്കവിടെ ആവശ്യത്തിന് ഫ്രൂട്ട്സ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനത് അത്യാവശ്യം കഴിക്കുന്നു, ഞാൻ കിടന്നുറങ്ങുന്നു, ഞാൻ എഴുന്നേൽക്കുന്നു, ഞാൻ കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഞാനെന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല, എനിക്ക് ആർക്കും ദോഷം ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. എനിക്കൊരു ഈശ്വരൻ്റെ ആവശ്യമില്ല. അപ്പം ഞാനിതെല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ സാധനങ്ങളൊക്കെ പഴുത്തതൊക്കെ എടുത്തിട്ട്. ഒരു ദിവസം നോക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു അനക്കം കാണും. നോക്കിയപ്പോൾ ഒരു ചെറിയ എലിക്കുഞ്ഞ് ഞാൻ തിന്നാൻ വെച്ചിരിക്കുന്ന ഫ്രൂട്ട് എടുത്ത് തിന്നുക. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അന്നേരം ഒരു കമ്പെടുത്ത് ഇതിനെ തല്ലിക്കൊല്ലാം. സ്വാഭാവികമായിട്ട് നമ്മൾ അതാ ചെയ്യുന്നത്, അപ്പം അടിക്കും. എനിക്ക് വേണമെങ്കിൽ എലിക്കുഞ്ഞിനെ കയ്യിലെടുത്ത് അതിനെ സ്നേഹിക്കാം, അതിനായിട്ട് ചങ്ങാത്തം കൂടാം, അതിനായിട്ട് വർത്തമാനം പറയാം, അതിന് ഫുഡ് ഷെയർ ചെയ്യാം. ഈ തീരുമാനിക്കുന്നിടത്താണ് ഈശ്വരൻ. ഓക്കെ, മനസ്സിലായി? ഇതാണ് എൻ്റെ ഫിലോസഫി, അതാണ്. അപ്പം അത്തരത്തിലാണ് അങ്ങനെ ഒരു എലമെൻ്റാണ് ഈ എനിക്ക് കുപ്പി വർക്ക് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. ഈ കുപ്പി കൂടെ ഉള്ളപ്പോൾ എന്തോ ഒരാൾ കൂടെയുണ്ട്, ആ ഖാദരി കൂടെ ഉണ്ടെന്നൊരു തോന്നലിലാണ്, ഖാദരിയുടെ ഒരു മെമ്മറിയിലാണ് കൂടെ ഇയാളെ കൊണ്ട് നടക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാലിക്കുപ്പി ആൾ കൊണ്ട്. ഈ സിനിമയുടെ ലാസ്റ്റ് സീൻ താങ്കൾ ആക്ഷൻ പറഞ്ഞത് കട്ടിൽ കിടന്നുകൊണ്ട് കാണുന്നത് ഞാൻ അറിഞ്ഞു. ഭ്രമരത്തിലും ഈ ശിവൻകുട്ടി ഇങ്ങനെ നിന്ന ശേഷം സാറ് അന്ന് കുറച്ച് അസുഖമായിരുന്നു എന്ന് ഞാൻ പണ്ട് സാറിൻ്റെ വീട്ടിൽ വന്ന് ഇൻ്റർവ്യൂ ഇപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഈ അതിൽ നിന്നും പിന്നെ അമാൻ എയർപോർട്ടിൽ ഇരിക്കുമ്പോഴൊക്കെ സാറിന് വീൽ ചെയറിലായിരുന്നൊക്കെ രാജു ഓഡിയോ ലോഞ്ചിനും പറഞ്ഞു കേട്ടു. അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഈ സിനിമ കാണുമ്പോഴുള്ള പിന്നിലേക്കൽ നോക്കുമ്പോണ്ടല്ലോ ഇപ്പോൾ ഒക്കെ എന്താ പറയുക, ഒക്കെ സംഭവം ശാന്തം എന്നല്ലേ ഒരു ഫീലിംഗ്. ഇപ്പം എനിക്ക് ഇത് പെട്ടിക്കകത്ത്, നമ്മൾ പഴയ സിനിമ രീതി പറഞ്ഞു ഇത് പെട്ടിക്കകത്തായല്ലോ എന്നുള്ളതാണ്. അതായത് ഇത് ഒരു സിനിമയുടെ രൂപത്തിലായല്ലോ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ ചിലപ്പോൾ രാജു പറയാൻ, ചേട്ടാ നമ്മളിൽ ആരാണ് ആദ്യം വീഴുന്നതെന്ന് പറയാമായിരുന്നു. അപ്പം നമ്മൾ ഒട്ടും വിട്ടു കൊടുക്കത്തില്ല, കാരണം ഞാൻ ഫുൾ എനർജിയിലല്ല നിൽക്കുന്നത്. പക്ഷെങ്കിൽ എനിക്കൊരു ഘട്ടത്തിൽ ഇങ്ങനെ എൻ്റെ ഒരു സോഡിയം ലെവലൊക്കെ പോയിട്ട് എനിക്ക് വീണു തന്നെയല്ല, എനിക്ക് പിന്നീട് ഹോസ്പിറ്റലിലൊക്കെ കിടക്കുമ്പോഴും എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ഒരു വാം ലൈറ്റാണ്. ഞാൻ ഭയങ്കര, പിന്നെ എനിക്ക് അതുപോലെ തന്നെ ഒരു ഭയങ്കര വൈഡായിട്ടുള്ളൊരു സ്ഥലത്തു നിന്ന് പെട്ടെന്ന് ഒരു റൂമിലേക്ക് വരും. ഞാൻ പറഞ്ഞു, ഡോക്ടർ എന്നെ ഡിസ്ചാർജ് ചെയ്യണമല്ലേ, ഞാൻ ഇറങ്ങി ഓടുന്നു, അങ്ങനെയൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പം അതൊരു പ്രത്യേക മാനസിക അവസ്ഥയിലാണ്. അതിൽ നിന്ന് ഇത് സിനിമയായി എന്ന് പറയുമ്പോൾ ഞാനിതുവരെ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള പോലെ ഞാൻ കൊടുത്തു ഫ്രീ ഔട്ട് പാസ്. അപ്പൊ ഇനി എൻ്റെ ഒരു ഇതിൽ നിന്ന് ഒഴിയാൻ കുറച്ച് സമയങ്ങൾ എടുക്കുന്നതിന് ശേഷമാണ് എനിക്ക് സിനിമ കാണാനും മനസ്സിലാക്കാനും. ഇതുവരെ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല? ഇല്ല. നമ്മൾ എന്താ പറയാ, അനുഭവിക്കാത്ത അനുഭവങ്ങളെല്ലാം കെട്ടുകഥ എന്നാണ് ബെന്യാമിൻ പറഞ്ഞത് അല്ലേ? അപ്പൊ ഇനി ഞങ്ങൾ അറിയാത്ത ചില കെട്ടുകഥകൾ സാർ അനുഭവങ്ങളാക്കാൻ ഇനി അടുത്ത ചിത്രത്തിൽ കൂടെ ഉണ്ടോ? പലപ്പോഴും ഈ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഒരു കെട്ടുകഥ പോലെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. ഞാൻ
ചിലപ്പോഴൊക്കെ ഈ പലരുടെയും എൻ്റെ ഇൻ്റർവ്യൂസ് ഞാൻ അധികം ആർക്കും അങ്ങനെ കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഈ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുമ്പോൾ പോലും പലതും പറയുമ്പോഴാണ് നമുക്കിങ്ങനെ റീകോൾ വരുന്നത് ഈ കാര്യം. അപ്പോൾ നമ്മളറിയാതെ ചിലപ്പം നിലവിളിച്ച് പോകും, കരഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു തീക്ഷ്ണമായ ഒരു യാത്രയിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അപ്പോൾ അതിങ്ങനെ ഗ്രാജുവലി അലിഞ്ഞ് ഇല്ലാതെയാകുക എന്നുള്ളൊരു പ്രോസസ്സ്. അത് എത്ര സമയം പിടിക്കുന്നുണ്ടോ അറിയത്തില്ല. സാധാരണ ഞാനൊരു മടിയനായതുകൊണ്ട് ചിലപ്പോൾ ഒത്തിരി സമയം പിടിക്കും, അറിയത്തില്ല. ഓക്കെ. അപ്പൊ മനസ്സിലിപ്പോൾ അടുത്തൊന്നുമില്ല. ഞാനൊരു ചെറിയൊരു സിനിമയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു കാര്യം, വളരെ കുഞ്ഞു സിനിമയാണ്. എന്നാലും ഇടയിൽ പോയിട്ട് 2013 നമ്മുടെ ഇത് ചെയ്തല്ലോ, ഗിന്നസ് ബുക്കിൽ വന്ന ഡോക്യുമെന്ററി 48 ആണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നോക്കുമ്പോ അതിനൊരു 1% അത്ര പോലും വലിപ്പമില്ലാത്ത സിനിമയാണ്, വളരെ കുഞ്ഞു. അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഉള്ളൂ. അതിനും കുറച്ച് കാര്യങ്ങൾ, അതിന്റെ ഒരു കാസ്റ്റിംഗ് ഒക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇങ്ങനെ നല്ലൊരു സമയത്ത് നല്ലൊരു ആഴ്ചയിൽ ഈ സിനിമ റിലീസ് ചെയ്ത് ഇനി മറ്റന്നാൾ ഈസ്റ്റർ ആഘോഷിക്കാൻ പോകുന്ന സാർക്ക് ഹാപ്പി ഈസ്റ്റർ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് ഫോർ ആടുജീവിതം. താങ്ക് യു.